അസിത സഹീർ, നമ്മുടെ സമുദായകരുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് അവര് ഒരു തീരുമാനം ഇതിനകം എടുത്തു കാണും എന്ന് അസിത കരുതുന്നുണ്ടോ? എസ് കെ, ഇത് രണ്ട് തരത്തിലാണ് വോട്ടർമാരെ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഗോപികൃഷ്ണൻ പറഞ്ഞ അഭിപ്രായത്തോടും ഹാഷ്മി പറഞ്ഞ അഭിപ്രായത്തോടും ഞാൻ ഭാഗികമായി രണ്ടിനോട് യോജിക്കുന്നു. അതായത് രണ്ട് തരത്തിലുണ്ട് വോട്ടർമാർ. അതിൽ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ ദിലീപേട്ടൻ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ ഇതിനോടകം തന്നെ തീരുമാനം എടുത്തിരിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാരുണ്ട്. അവർ ഹാർഡ്കോർ പാർട്ടി വോട്ടുകളിലേക്ക് പോൾ ചെയ്യപ്പെടുന്ന ആളുകളാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള എല്ലാ നിലയിലും CPM-ന് വേണ്ടി, LDF-ന് വേണ്ടി, UDF-ന് വേണ്ടി, NDA-ക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ തീരുമാനം ഇതിനോടകം തന്നെ, അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആദ്യ സമയങ്ങളിൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. മറ്റു വിഭാഗം സാധാരണക്കാരായ വോട്ടർമാരുണ്ട്. അവർ അവസാന ദിവസം വരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അവരെ സ്വാധീനിക്കും എന്നുള്ളതിൽ തർക്കവുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഈ സർക്കാർ അത് തുടരണോ മാറണോ അതിലേക്ക് മാത്രമായിരിക്കും അവരുടെ ഒരു ഫോക്കസ് എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ നമ്മൾ മാറി മാറി വരാറുണ്ട് എന്ന് പറയുന്നുണ്ട്, അവിടെ ഒരുപാട് വിഷയങ്ങൾ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അല്പം കൂടി സ്പെസിഫിക് ആയി 10 വർഷമായല്ലോ, ആ 10 വർഷത്തിന് ശേഷം എന്ത് എന്നതിലേക്കാണ് ആളുകളുടെ ചിന്ത എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.